ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ക്രിസ്മസിന് മുന്നോടിയായിട്ട് ഞാൻ എൻ്റെ വീട് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നതും ലൈറ്റ് ചെയ്യുന്നതും ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി ക്രിസ്മസ് ട്രീ എങ്ങനെ ഒരുക്കുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ക്രിസ്മസ് ട്രീ മാത്രമല്ല, വേറെ ഏരിയസും ഒക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം ക്രിസ്മസിന്. ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് എല്ലാവർക്കും പനിയും ജലദോഷവും ഒക്കെ ആയിരുന്നു കേട്ടോ. അതാണ് സൗണ്ടൊന്നും ഇപ്പോഴും ഇല്ല. അതാണ് കുറച്ച് ലേറ്റ് ആയത് ക്രിസ്മസ് ട്രീ ഇടുന്ന വീഡിയോ ഇടാനായിട്ട്. മിക്കവർക്കും അസുഖമാണ്, ക്ലൈമറ്റ് മാറുന്നതിന്റെ ആണ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എന്റെ ഫാമിലിയുടെയും പേരിൽ ക്രിസ്മസ് വിഷസ് അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മെയിൻ ഡോറിൽ റീത്ത് ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആഡ് ചെയ്തായിരുന്നു ക്ലിപ്പ്. നെക്സ്റ്റ് വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഈ DIY മിറർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളൊരു ഗാർലൻഡ് ഹാങ് ചെയ്യുകയാണ്. ജസ്റ്റ് ആ മിററിന് ബാക്കിലായിട്ട് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ വേറെ ഹാങ്ങിങ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മിറർ നമ്മൾ DIY ചെയ്തതാണ്. നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് കാണാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്രിസ്മസ് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ലൈറ്റ്സ് ഒക്കെ ഇട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളി ലുക്കായി കേട്ടോ. ഞങ്ങളുടെ എൻട്രി വേയിൽ ഇട്ടിരിക്കുന്ന ഷൂ ക്യാബിനറ്റ് ആണ്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് വേസസിൽ ഫ്ലോറൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഫ്ലോറൽസ് ഒക്കെ മാറ്റി കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് സ്റ്റിക്സ് ഒക്കെ ഇട്ടിട്ട് അതിലും ക്രിസ്മസ് ഓർണമെന്റ് ഇടുവാണ്. ഈ സ്റ്റിക്ക് ഞാൻ ഷീനിൽ നിന്ന് പണ്ടെപ്പോഴും മേടിച്ചാണ് കേട്ടോ. അതിൽ ക്രിസ്മസ് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. പിന്നെ ഞാൻ ഹോൾ വീഡിയോ കാണിച്ച ഈ ഒരു സെറാമിക് പ്ലേറ്റും ഞാൻ വെക്കുന്നുണ്ട്. ഈ ഒരു വേസിൽ ഞാൻ ഈ ലൈറ്റ് വെക്കുന്നുണ്ട് കേട്ടോ, ലൈറ്റ് സ്റ്റിക്ക്. ഇതും ഷീനിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ്. പിന്നെ ഈ മിററും ഗാർലൻഡ് വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു ക്ലിപ്പ് ഡിലീറ്റ് ആയിപ്പോയി. ഇനി ഇതൊരു ബാറ്ററി ഓപ്പറേറ്റഡ് ക്യാൻഡിലാണ് കേട്ടോ. കുഞ്ഞു ബേബീസ് ഒക്കെ ഉള്ളിടത്ത് ഇങ്ങനത്തെ ബാറ്ററി ഓപ്പറേറ്റഡ് ക്യാൻഡിൽസ് ആണ് കുറച്ചുകൂടെ സേഫ്. പിന്നെ ഈ ഒരു നട്ട് ക്രാക്കേഴ്സ്, ഇതും ഞാൻ ഹോൾ വീഡിയോയിൽ കാണിച്ചായിരുന്നു. പിന്നെ ഇവിടുത്തെ ലുക്കൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് മെയിൻ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നതിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 2 പ്രോഡക്റ്റ്സ് പറയാനായിട്ട് വിട്ടുപോയി. ഒന്ന് ഈ ക്രിസ്മസ് ട്രീ ടോപ്പറാണ്. ഇത് ഏസ് ഹാർഡ്വെയറിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഐറ്റത്തിനെ പറ്റി കുറേ പേര് എൻക്വയറി ചെയ്തായിരുന്നു കേട്ടോ വീഡിയോ കണ്ടിട്ട്. ഇത് ട്രീ കോളറാണ്. ഇത് കുറേ വർഷങ്ങളായിട്ട് പെൻഡിങ് ആയിരുന്നു. മേടിക്കണം ഓരോ വർഷം ഇങ്ങനെ പോകുന്നതല്ലാതെ മേടിക്കാൻ അവസരം വന്നില്ല. അപ്പോൾ ദിസ് ഇയർ വി തോട്ട് ഓഫ് ബൈയിങ് ഇറ്റ്. അപ്പോൾ ഇത് ഐക്യന്ന് മേടിച്ചാണ്. ഇതിന് ട്രീ കോളർ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് റെട്ടൺ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ ഏത് സ്റ്റൈലും നന്നായി മാച്ച് ആയിട്ട് പോകും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ ഒരു ചെറിയ നേവി ബ്ലൂ ഓർണമെന്റ് ക്രിസ്മസ് ട്രീയിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് DIY ചെയ്തെടുത്താണ് കേട്ടോ. ആക്ച്വലി എനിക്ക് ഈ ഒരു കളറായിരുന്നു വേണ്ടിയിരുന്നത്, നേവി ബ്ലൂ. അപ്പോൾ ഇത് DIY ചെയ്യാനായിട്ട് ഞാൻ ഏതോ ടിക്ടോക്കോ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ കണ്ടാണ് കേട്ടോ. എൻ്റെ ഐഡിയ അല്ല ഇത്. അപ്പം നമ്മൾ ബലൂൺ ഉണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും ബലൂൺസ്. കുഞ്ഞുപിള്ളേർ ഉള്ള വീട്ടിലെല്ലാം കാണുന്ന ലൈറ്റാണ് ബലൂൺ. അപ്പോൾ ബലൂൺ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറാക്കി എടുക്കാം കേട്ടോ. ഏത് ഓർണമെന്റും നമുക്ക് പുതിയ ഓർണമെന്റ്സ് മേടിച്ചെടുക്കണമെന്നില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയ നേവി ബ്ലൂ ബലൂൺസ് ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ചെറിയ ഓർണമെന്റ്സിൽ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ വലിയ ബലൂൺ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഓർണമെന്റ്സിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഹാങ് ചെയ്യുന്ന സാധനം തിരിച്ച് ഫിക്സ് ചെയ്താൽ മതി. നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുതിയ ക്രിസ്മസ് ട്രീ ഓർണമെന്റ് കിട്ടും. അപ്പം നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ബലൂൺസ് നല്ല ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ DIY ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഞാൻ പാൻഹോമിൽ നിന്ന് മേടിച്ച ഈ ഒരു ബർഗണ്ടി വെൽവെറ്റ് ഓർണമെന്റ് ആണ് ഹാങ് ചെയ്യാൻ പോകുന്നത്. വെൽവെറ്റ് ഓർണമെന്റ് ഈ ഒരു ഇയർ ഭയങ്കര ഇന്നാണ് കേട്ടോ ക്രിസ്മസ് ട്രീ ഡെക്കറേഷനിൽ.
ഇനി അടുത്ത് ബ്ലൂ കളർ ഓർണമെന്റ്സ് ഇടാൻ പോകണം. ബ്ലൂവിന്റെ പല ഷെയ്ഡ് ഓർണമെന്റ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. നേവി ബ്ലൂ, പിന്നെ എനിക്ക് കിട്ടിയ റോയൽ ബ്ലൂ, അങ്ങനെ ബ്ലൂവിന്റെ പല ഷെയ്ഡ് കാണാം നിങ്ങൾക്ക്. നെക്സ്റ്റ് ഈ ഒരു വെൽവെറ്റ് ഓർണമെന്റ് ആണ് ഹാങ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വെൽവെറ്റ് ഓർണമെന്റ് നല്ല ബ്രൈറ്റ് റെഡ് ആണ് കേട്ടോ. അപ്പൊ ഇത് ലാസ്റ്റ് ഇയർ മേടിച്ചാണ്, ഹോം സ്മിത്തിൽ നിന്ന് മേടിച്ചാണ്. ഇനി ഈ പറയുന്ന ടിപ്പ് ഞാൻ എല്ലാ വർഷവും പറയുന്നതാണ്. നല്ല ഗ്യാപ്പ് തോന്നിടത്ത് വലിയൊരു ക്രിസ്മസ് ട്രീ ഓർണമെന്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക, അകത്തോട്ട് വെച്ചിട്ട്. അപ്പം ദൂരേന്ന് കാണുമ്പോൾ നല്ല രസമാണ് ബാക്ക്ഗ്രൗണ്ടിൽ ആ കളേഴ്സ് കാണുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഓർണമെന്റ് ഞാൻ DIY ചെയ്തെടുത്താണ്. അപ്പം അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. അതും ഈ ഒരു ഗ്യാപ്പ് ഉള്ളിടത്തോട്ട് ഞാൻ ഹാങ് ചെയ്യണം. കുറച്ച് വലിയ ഓർണമെന്റ് ആണ്. അപ്പൊ ഈ ഒരു ഓർണമെന്റ് എങ്ങനെ DIY ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഡാർക്ക് റെഡ്, ഒരു മെറൂൺ, ബർഗണ്ടി കളർ ഹാൻഡ് ടവൽ ഉണ്ടായിരുന്നു. അപ്പൊ അതെടുത്തു. പിന്നെ സിസേഴ്സ്, പിന്നെ നമ്മുടെ ഗ്ലൂ ഗണ്ണും ഉണ്ട്, പിന്നെ ഒരു റിബൺ. അപ്പൊ എൻ്റെ ഒരു വെൽവെറ്റ് റിബൺ ഉണ്ടായിരുന്നു, അതും എടുത്തു. എന്നിട്ട് ഇത് റാപ്പ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. റാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. അപ്പം എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഗ്ലോസി ഫിനിഷ് ഉള്ള ഒരു ഓർണമെന്റ് ആയിരുന്നു. അപ്പൊ അത് മാറ്റാനായിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം അങ്ങനെ ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇതിന്റെ ലുക്ക് കണ്ടില്ലേ, നല്ല രസമില്ല കാണാനായിട്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഓർണമെന്റും എങ്ങനെയെങ്കിലും ഒക്കെ DIY ചെയ്യാം. ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആണ്, കറക്റ്റ് വൃത്തിയിലൊന്നും അത് റാപ്പ് ചെയ്ത് കിട്ടണമെന്നില്ല. പക്ഷേ ട്രീയിൽ ഉള്ളിൽ വെക്കുമ്പോഴത്തേന് ചുളിവും ഇതൊന്നും കാണത്തില്ല, നല്ല ഭംഗിയായിട്ടിരിക്കും. അടുത്ത ഞാൻ DIY ചെയ്തത് ഇതുപോലെ ഗോൾഡൻ ഓർണമെന്റ്സ് ആണ്. അപ്പൊ ഈ ഗോൾഡ് കളർ ഓർണമെന്റ്സ് ഒന്നും ഈ പ്രാവശ്യം യൂസ് ചെയ്യുന്നില്ല, അറ്റ്ലീസ്റ്റ് ഈ മെയിൻ ട്രീയില്. ഇത് ഞാനൊന്ന് ബ്ലൂ ആക്കാൻ നോക്കിയതാണ്. പക്ഷെ എന്റെ പെയിന്റിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു, കുറെ നാളായി പെയിന്റ് യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് ഭയങ്കര പാച്ചി ആയിട്ടായിരുന്നു വന്നത് കേട്ടോ. ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച അതുപോലെ നന്നായി വന്നില്ല. എങ്കിൽ പോലും ഞാനത് ട്രീയിൽ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ചളങ്ങി പറഞ്ഞൊക്കെ ഒരു ഓർണമെന്റ് ആയിരുന്നു. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പഴയ ഓർണമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പുതുതാക്കി നിങ്ങളുടെ പുതിയ ന്യൂ സ്റ്റൈലിന് യോജിക്കുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാം ഓരോന്ന്. നെക്സ്റ്റ് ഈ വർഷത്തെ എൻ്റെ ഫേവറേറ്റ് ക്രിസ്മസ് ഓർണമെന്റ് ആണ് ഈ നേവി ബ്ലൂ റെയിൻഡിയർ. ഇത് ഷീനിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഷീനിന്ന് ഞാൻ ഓർഡർ ചെയ്ത സാധനം ഞാൻ ഹോൾ വീഡിയോ ചെയ്യുമ്പോൾ വന്നിട്ടില്ലായിരുന്നു. അതാണ് ഞാൻ ഹോൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ഇത് 5 dirhams എങ്ങാണ്ടേ ഉള്ളായിരുന്നു കേട്ടോ. ഞാനത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബ്ലൂ ബെറീസും ഞാൻ ഷീനിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിനും 2 dirhams 3 dirhams ഒക്കെ ഉള്ളായിരുന്നു. ബ്ലൂ കളർ ബെറീസ് ഞാൻ ഇവിടെ അല്ലാതെ ഷോപ്പിലൊന്നും കണ്ടില്ല, സാധാരണ റെഡ് കളർ അല്ലേ കാണുന്നേ. അപ്പൊ അത് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ റെഡ് കളർ ബെറി പിക്സ് ആഡ് ചെയ്യാണ്. നെക്സ്റ്റ് ഞാൻ ഈ വെൽവെറ്റ് ബോ ആഡ് ചെയ്യാൻ പോവാണ്. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ വെൽവെറ്റ് ഓർണമെന്റ്സും ഭയങ്കര ട്രെൻഡാണ്. പിന്നെ ഇതുപോലത്തെ വെൽവെറ്റ് ബോ ആഡ് ചെയ്യുന്നതും ഭയങ്കര ട്രെൻഡാണ് കേട്ടോ. ഇങ്ങനത്തെ ബോ ഉണ്ട്, പിന്നെ സാധാരണ നമ്മുടെ റിബൺ ടൈപ്പ് ബോ ആഡ് ചെയ്യുന്നതും ഭയങ്കര ട്രെൻഡാണ് കേട്ടോ. ഇതാണ് റിബൺ ടൈപ്പ് ബോ. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മള് ട്രീയുടെ ഓരോ ബ്രാഞ്ചിന്റെ ടിപ്പില് ജസ്റ്റ് ഇങ്ങനെ കെട്ടിക്കൊടുത്ത് ബോ പോലെ കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ലെങ്തിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അതിന്റെ മൂവ്മെന്റ്സും കൂടെ വരുമ്പോഴത്തേന് ട്രീ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് ഞാൻ ബലൂൺ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ബലൂൺ ആഡ് ചെയ്യുന്നത്. പണ്ടൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ബലൂൺ ക്രിസ്മസ് ട്രീയിൽ ആഡ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നേവി കളർ ബലൂൺ ഈ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ട്രീ ലുക്ക് ഒന്ന് കണ്ടാലോ. Silent night, holy night, all is calm, all is bright, round yon virgin mother and child. Holy infant, so tender and mild, sleep in peace, for thine is the kingdom and the power and the glory forever. Amen. 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 A
sleep in heavenly peace. അപ്പൊ ഈ ഇയറിലെ ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്ന് കമന്റ്സിലൂടെ പറയുക. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾക്ക് ഇതുവരെ ചെയ്ത എല്ലാ ക്രിസ്മസ് ട്രീയിലും ഇതായിരുന്നു ഏറ്റവും ഫേവറേറ്റ് ആയിട്ട്. ഓരോ വർഷവും ക്രിസ്മസ് ട്രീ ഇടുമ്പോഴെല്ലാം ഫേവറേറ്റ് ആണ്. പക്ഷെ ഈ വട്ടത്തെ ക്രിസ്മസ് ട്രീ എന്തോ ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. കാരണം നമ്മൾ സാധാരണ ചെയ്യാത്തൊരു കളർ ബ്ലൂ ചൂസ് ചെയ്തപ്പോൾ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു എങ്ങനെയായിരിക്കും കാണാൻ രസം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അവസാനത്തെ ലുക്ക് വന്നപ്പോഴത്തേനും ആർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു റോയൽ ലുക്കായിരുന്നു കേട്ടോ. ആ ഡാർക്ക് ബർഗണ്ടിയും നേവി ബ്ലൂവും റോയൽ ബ്ലൂവും എല്ലാം കൂടെ വന്നപ്പോഴത്തേനും ഭയങ്കര ഒരു റിച്ച് ലുക്കുണ്ട് ക്രിസ്മസ് ട്രീക്ക്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. ബലൂൺ വെക്കുന്നതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 to 4 days ഒക്കെ ആകുമ്പം ചില ബലൂണ് ഇതുപോലെ കാറ്റ് ചെറുതായിട്ട് പോയി അതിന്റെ സൈസ് കുറയും. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ നല്ല ചൂടത്താണ് ഈ ഒരു ഏരിയ എന്ന് പറയാൻ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ചില ബലൂണേ ഉള്ളൂ, എന്നാൽ ബാക്കി ബലൂണുകളെല്ലാം അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒന്നും തന്നെ പൊട്ടിപ്പോയിട്ടില്ല കേട്ടോ. ഒരു ബലൂൺ പോലും പൊട്ടിപ്പോയിട്ടില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് തിരിച്ച് അൺടൈ ചെയ്തിട്ട് തിരിച്ചത് വീർപ്പിച്ച് വെച്ചു എന്നുള്ളതേ ഉള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് ഈ ഡൈനിങ് ഏരിയ ആണ് ഞാൻ റീഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അവിടെ നല്ലൊരു ക്രിസ്മസ് റണ്ണർ വിരിച്ചു. പിന്നെ ഞാനൊരു ചെറിയ കുട്ടി ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് അവിടെ. ഈ ഒരു ഏരിയ ഒക്കെ ഞാൻ ഫുള്ളി മേക്ക് ഓവർ ചെയ്തായിരുന്നു. എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് ക്യാൻഡിൽസ് ഒക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഹോൾ വീഡിയോയിൽ കാണിച്ച ഈ ക്യാൻഡി ജാറും കൂടെ ഡൈനിങ് ടേബിളിൽ വെക്കുന്നുണ്ട്. ഇത്രയൊക്കെയുള്ള ഡൈനിങ് ടേബിളിലെ ഡെക്കറേഷൻസ്. അപ്പോൾ ഇനിയും ഡൈനിങ് ടേബിളിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു മിററും സൈഡ് ബോർഡും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ ആണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെയാണ് ഞാൻ ക്രിസ്മസ് വില്ലേജ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ മിററിൽ ഇവിടെ ഞങ്ങള് ഇങ്ങനത്തെ ശരിക്കും ഒറിജിനൽ പോലെ തന്നെ ഇരിക്കണം പൈൻ നീഡിൽസ് ആണ്. ഇതിന്റെ ഞാൻ രണ്ടും കാഞ്ഞു കഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ഇവിടെ ഞാൻ ഒരു പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഞാൻ ആ 2 ഗാർലൻഡ് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ എൻ്റെ ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ടൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ഹുക്ക് വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മൾ ആ ഗാർലൻഡ് അതിലോട്ട് ഹുക്ക് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഞാൻ ഒരു വെൽവെറ്റ് ബോ എടുത്തിട്ട് ഞാനൊരു ബോ കെട്ടി കൊടുക്കുവാണ്. വളരെ സിമ്പിളായിട്ട് കെട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ബോ ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിലാണ് ക്രിസ്മസ് വില്ലേജ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ സാധാരണ നോർമൽ ടൈപ്പ് ഒരു ഗാർലൻഡ് ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റിക്ക് ചെയ്യുന്ന ഹുക്സ് വെച്ചിട്ടാണ് ഈ ഗാർലൻഡ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഗാർലൻഡ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം, നന്നായിട്ട് ഫ്ലഫ് ചെയ്യുക. ഇനി ഞാൻ പല ഹൈറ്റിലുള്ള ക്രിസ്മസ് ട്രീ ഒരു കോർണറിൽ സെറ്റ് ചെയ്യാണ്. ഈ 3 ഹൈറ്റിലുള്ള ക്രിസ്മസ് ട്രീ ഷീനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു വന്നപ്പം. പിന്നെ ഞാൻ ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിനുള്ളിൽ കുറച്ച് ഫേക്ക് സ്നോ ഒക്കെ ഇട്ടിട്ട് ഇവിടെയാണ് ഞങ്ങൾ ക്രിസ്മസ് വില്ലേജ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഞാൻ മേടിച്ച ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഹൗസസ് ഒക്കെ ഞാൻ ഇവിടെയാണ് വെക്കുന്നത്, സെറ്റപ്പ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ക്രിസ്മസ് വില്ലേജ് വെക്കാനായിട്ട് 2 ക്രിസ്മസ് ട്രീ DIY ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു പഴയ ഒരു ഗാർലൻഡ് ആണ്. പിന്നെ ഇതുപോലത്തെ ഒരു ഷേപ്പിലുള്ള
തെർമോക്കോള്. ഇത് വീട്ടിൽ കിടന്നതാണ് കേട്ടോ. മോനെന്തോ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊന്ന് മേടിച്ച കൂട്ടത്തിൽ പല ഷേപ്സ് ഉണ്ടായിരുന്നു. അതിൽ ഈ കോൺ ഷേപ്പ് കണ്ടപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാണ്. എന്നിട്ട് ജസ്റ്റ് ഗാർലൻഡ് വെച്ചിട്ട് അത് ചുറ്റി ഗ്ലൂഗൺ വെച്ചിട്ട് അത് ചുറ്റി എടുക്കുന്നു മാത്രമേ ഉള്ളൂ. കോൺ ഷേപ്പ് ആയതുകൊണ്ട് നമ്മളത് സ്റ്റിക്ക് ചെയ്ത് വരുമ്പോൾ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ തന്നെ വരും. പിന്നെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ DIY ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. ഇതും ഞാൻ ആ ഒരു ക്രിസ്മസ് വില്ലേജിന്റെ 2 സൈഡിലായിട്ട് ആ ട്രീ വെക്കുവാണ്. പിന്നെ ഞാൻ ക്യാൻഡിൽസ് ഒക്കെ വെക്കുവാണ്. പിന്നെ ആ ഒരു 3 ക്രിസ്മസ് ട്രീ വെച്ചിരിക്കുന്നത് ഞാനൊന്ന് ഹൈറ്റ് വെക്കാനായിട്ട് താഴെ ഒരു ചെസ് ബോർഡ് ആഡ് ചെയ്തു. അതിന് മുകളിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കോർണറിൽ ഒരു പോട്ടില് അതിലുണ്ടായിരുന്ന ഫ്ലോറൽസ് ഒക്കെ മാറ്റിയിട്ട് ഈ ബെറി സ്റ്റെംസ് വെക്കുവാണ് ക്രിസ്മസ് ഫീൽ വരാനായിട്ട്. പിന്നെ ഞാൻ ഈ ഒരു ക്രിസ്മസ് ഡെക്കോറും കൂടെ വെക്കുവാണ്. പിന്നെ എൻ്റെ കളക്ഷനിലുള്ള മറ്റ് ക്രിസ്മസ് ഡെക്കോർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാൻഡിൽസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്രിസ്മസ് വോൾ ആർട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഷീനിൽ നിന്ന് മേടിച്ച ഈ സ്റ്റിക്ക് ലൈറ്റും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗാർലൻഡിലും ഒക്കെ ഞാൻ ലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേനും ഒരു പ്രത്യേക ലുക്കാണല്ലോ. രാത്രിയിൽ പ്രത്യേകിച്ച് നല്ല അടിപൊളി ആംബിയൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്രിസ്മസ് വില്ലേജിന്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടാലോ. ഇനി ഞങ്ങളുടെ ഈ ഒരു ഹോൾവേയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഈ ഹാക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കുവാണ്. ഇത് ടെൻഷൻ റോഡ് വെച്ചിട്ട് ഗാർലൻഡ് ഈ ടെൻഷൻ റോഡിൽ ചുറ്റിയിട്ട് ഹാങ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. പക്ഷെ നല്ല സൂപ്പറായിട്ട് വന്നു കേട്ടോ. കാണാലോ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വന്നു കേട്ടോ. ലാസ്റ്റ് ആയിട്ട് ഈ എൻട്രൻസിൽ തന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ട് ആദ്യമായിട്ട് മേടിച്ചൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്. കുഞ്ഞ് ക്രിസ്മസ് ട്രീ ആണ്, 5 feet ഒക്കെ ഉള്ള ആ ഒരു ക്രിസ്മസ് ട്രീയും കൂടി ഈ പ്രാവശ്യം ഇടാന്ന് വിചാരിച്ചു. മെയിനായിട്ട് മോന് ഒരുക്കണം എന്നൊക്കെ പറഞ്ഞപ്പം അവന്റെ ഇഷ്ടത്തിന് ഈ ട്രീ ഒരുക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുത്തേക്കുവാണ്. ഇതിന്റെ സ്റ്റാൻഡ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു പോട്ടിലാണ് അതിനെ എങ്ങനെയൊക്കെയോ നിർത്തി വെയിറ്റ് ഒക്കെ വെച്ചിട്ട്. അപ്പം ഈ ഒരു ക്രിസ്മസ് ട്രീ ഫുള്ള് മോനാണ് ഒരുക്കിയത് കേട്ടോ. അവന്റെ ഇഷ്ടത്തിനാണ്. അപ്പം ബാക്കി എൻ്റെ ഉണ്ടായിരുന്നത് വൈറ്റും ഗോൾഡും ഒക്കെ ആയിരുന്നു കൂടുതലും. കാരണം റെഡൊക്കെ കൂടുതലും മെയിൻ ട്രീക്ക് യൂസ് ചെയ്തല്ലോ. അപ്പോൾ ആ ഒരു ബാക്കി വരുന്ന ആ സാധനങ്ങളൊക്കെ വെച്ച് ആളുടെ ഇഷ്ടത്തിനാണ് ഈ ഒരു ട്രീ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റ് ഡെക്കറേഷൻസും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ലിവിംഗ് റൂമിലും ഒക്കെ. പക്ഷെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ വീഡിയോ ഭയങ്കര ലെന്തായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ വക അഡ്വാൻസ് ക്രിസ്മസ് വിഷസ് അറിയിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആവട്ടെ. താങ്ക് യു all for watching my video. Please like, share and subscribe to my YouTube channel. See you all. Bye.